ഞാൻ പറഞ്ഞു ലഘു എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും, മാറി മാറി മാറിക്കൊണ്ടിരിക്കും. എങ്ങനെ മാറും? ഈ പഞ്ചജാതികള് ഈ 7 താളത്തിന്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ലഘു മാറുക. മനസ്സിലായല്ലോ? ദ്രുതം അനുദ്രുതം എപ്പോഴും അതുപോലെ തന്നെയാണ്, ലഘു ആണ് മാറുക. അപ്പൊ ലഘു എങ്ങനെയാ മാറുക? ഞാനൊന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ 7 താളങ്ങളെ പറ്റി പഠിച്ചു, 5 ജാതികളെ പറ്റിയിട്ടും പഠിച്ചു. പക്ഷെ നമ്മൾ താളത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ പഞ്ചജാതി, ജാതിയുടെ പേര് ഫസ്റ്റ് പറഞ്ഞിട്ടാണ് താളം പറയാം. ഉദാഹരണത്തിന് ഇപ്പം പഞ്ചജാതിയിലെ ആദ്യത്തെ ജാതി എന്ന് പറയുന്നത് തിസ്രജാതിയാണല്ലോ. അപ്പൊ തിസ്രജാതി നമ്മൾ ആദ്യത്തെ താളം എന്തായിരുന്നു? ധ്രുവതാളം. തിസ്രജാതി ധ്രുവതാളം, ഇങ്ങനെയാണ് നമ്മൾ പറയാം. ഫസ്റ്റ് തിസ്രജാതി ധ്രുവതാളം. മനസ്സിലായല്ലോ? തിസ്രജാതി ധ്രുവതാളം. ഇനി തിസ്രജാതി മധ്യതാളം വരും, തിസ്രജാതി രൂപകതാളം, തിസ്രജാതി ജമ്പതാളം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ജാതിയുടെ പേര് ഫസ്റ്റ് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ താളത്തിന്റെ പേര് പറയാം.